ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഉല്ലാസിനെ ഒരു മടിയും കൂടാതെ അത് ഏൽപ്പിക്കാൻ ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണിത്. അതിൻ്റെ റെയിൽവേ ക്രോസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ആയിട്ടൊരു 3 വാളയുടെ ഒരു വിൻഡോ നമ്മൾ വേ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പറ്റും, വേണമെങ്കിൽ കിടക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന് നമ്മൾ സ്റ്റീലിൻ്റെ കൈവരിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ട്യൂബിൽ ഇവിടെ സ്റ്റെയർ കയറുന്നിടത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ഞാൻ വിളിച്ചു പറഞ്ഞാലും എനിക്ക് തോന്നുന്നു വിളിച്ചു പറഞ്ഞൊരു 24 hours ഇവർ വന്ന് അതിൻ്റെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ലേസർ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് കെട്ടിയപ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ട് കെട്ടിയത്. അപ്പം അന്നേരം അത് എൻ്റെ ഇഷ്ടത്തിന് അത് കെട്ടിയത്. പിന്നെ അത് പപ്പ എന്ന് പറഞ്ഞത് പുറകോട്ട് എടുത്ത് കെട്ടണം. ഞാൻ ഓർത്തത് ഇവരോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിഷമമാകും. ഉല്ലാസിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും മാറ്റി കെട്ടി നമ്മൾ. പിന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ നിൽക്കുന്നത് ചെങ്ങന്നൂരാണ്. നമ്മുടെ ചെങ്ങന്നൂർ നമ്മുടെ ബിദിൻ ഫാദറിനും കുടുംബത്തിനും 4 ബെഡ്റൂമോട് കൂടി, അതായത് 1900 സ്ക്വയർ ഫീറ്റ് 10 സെന്റിൽ നിർമ്മിച്ച സ്വപ്ന ഭവനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് നേരെ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അച്ഛനോട് ചോദിക്കാം. നമ്മൾ ഫ്രണ്ട് വ്യൂലായിട്ട് വന്നിട്ട് നമ്മൾ ഗ്ലാഡിൻ ടൈൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക ബ്രിക്കിൻ്റെ ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വെട്ടുകല്ലിൻ്റെ ഡിസൈനുള്ള ഗ്ലാഡിൻ ടൈൽ കൊടുത്തിട്ടുണ്ട്. മേളിൽ പാറയുടെ അങ്ങനെ വെറൈറ്റി കുറച്ച് ഗ്ലാഡിൻ ടൈൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെറാക്കോട്ടയുടെ ഒരു ജാളി വർക്ക് മേളത്തെ ബാൽക്കണിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിമെൻറ്റ് ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ബാലാജി സ്റ്റോൺസിൻ്റെ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിറ്റോണിൻ്റെ സൈഡിലായിട്ടും ടെറാക്കോട്ടയുടെ ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളർ കോമ്പിനേഷൻ നമ്മൾ അത് 3D എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ. അന്നേരം ആ 3Dക്ക് അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ സിറ്റോണിലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 4x2 മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിലായിട്ട് ബ്ലാക്ക് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തെ വിശേഷങ്ങളോട്ട് പോകാം. അന്നേരം നമ്മളിവിടെ സ്റ്റീലിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പുറത്തോട്ടുള്ള എല്ലാ ഡോറുകളും നമ്മൾ സ്റ്റീലിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ഹാളിലോട്ട് വരുമ്പോൾ 4x2 മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈസ് വരുന്നത് 12x12 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു 3 വാളയുടെ വിൻഡോയും ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കബോർഡ് വർക്ക് നമ്മൾ പാർട്ടീഷൻ അതൊക്കെ PVC ഷീൽഡിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു പ്രാർത്ഥന യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 6 വാട്ട്സിൻ്റെ 2 ലൈറ്റും 12 വാട്ട്സിൻ്റെ ഒരു ലൈറ്റും പിന്നെ ഒരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ലൈറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇടാത്തത്. ലിവിങ് സ്പേസിൽ നമ്മൾ നേരെ വരുന്നത് ഒരു ഫാമിലി സിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ്, അതിൽ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനലെല്ലാം സ്റ്റീലിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം 6 വാട്ട്സിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയാൻ മറന്നുപോയി, നമ്മുടെ ഈ ഫാമിലി സിറ്റിങ്ങിനകത്തൊരു ബീം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു PVC ഷീറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ചെറിയൊരു പാസേജാണ്, അവിടെയായിട്ടാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ യൂണിറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്താംകുടി ടൈൽ മോഡലിലെ ഒരു ടൈലിൻ്റെ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് സോമാനിയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് 3D വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാസേജിന്റെ ഭാഗത്തായിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റിന്റെ ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പിന്നെ വെട്ടം വരാൻ വേണ്ടി സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്തിട്ട് പുറത്തായിട്ട് നമ്മൾ ഗ്ലാസ് ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 12x13 ആണ്. ഇവിടെ ആയിട്ട് ഒരു 3 വാളയുടെ ഒരു വിൻഡോ നമ്മൾ വേ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പറ്റും, വേണമെങ്കിൽ കിടക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മണ്ടയ്ക്കായിട്ട് നമ്മൾ
വുഡൻ ടൈപ്പ് ടൈല് ഇട്ടിരിക്കുകയാണ്. പിന്നെ വാളിലും നമ്മൾ സെയിം ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ആയിട്ടൊരു വാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോയും അപ്പുറത്തായിട്ട് ഒരു വാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അത്യാവശ്യം ടൈലെല്ലാം സെയിം പാറ്റേൺ ടൈലെല്ലാം മാറ്റ് ഫിനിഷ് യൂസ് ചെയ്തിരിക്കുന്നത് 4x2-ൻ്റെ. ഇതിൻ്റെ എല്ലാ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഫാദറിൻ്റെ വൈഫ് ചേച്ചി അത് ഗൾഫിൽ ഇരുന്ന് ഫുൾ കാര്യങ്ങൾ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് അച്ഛൻ പറഞ്ഞത്, ചേച്ചി എന്നോട് പറഞ്ഞത്. എല്ലാം മനസ്സിലിറങ്ങിയ രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ 4x2-ൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 7 അടിക്ക് താത്താണ് വളർത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മേളിലായിട്ട് നമ്മളൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലെ ടൈലിൽ അത്യാവശ്യം ഡിസൈനുള്ള ഒരു വാൾ ഫുള്ള് ഡിസൈനായിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ സൊമാനയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഷവർ യൂണിറ്റും കാര്യങ്ങളും എല്ലാം. നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഇനി വന്നിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലാണ്. നമ്മളിവിടെ 3 വാളിയുടെ ഒരു സ്റ്റീലിൻ്റെ വിൻഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ബ്ലൈൻഡ്സ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ അകത്തെ കട്ടളകളെല്ലാം സ്റ്റീല്, അതുപോലെ തന്നെ ഡോറ് വന്നിട്ട് വുഡാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മഹാഗണിയുടെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളിത് ജിപ്സം സീലിംഗ് ഒന്നുമല്ല, എന്തോന്ന് മനസ്സിലായോ? ഇങ്ങനെ കണ്ടിട്ടില്ല ഇത്. അതെ, നമ്മളിവിടെ മേളത്തെ ബാത്റൂം താത്ത് വാർത്താണ്. അതായത് അവിടെ ഒരു കട്ടിങ് വന്ന് അത് നമ്മളിങ്ങനെ സെയിം വുഡൻ ടൈപ്പിലെ പോളിഷ് ചെയ്തിട്ട് ഡിസൈൻ ആക്കി എടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ 2 വാം കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് 2 6 വാട്ട്സിൻ്റെ ലൈറ്റ്സ്, അതുകൊണ്ട് AC-യുടെ പോയിന്റും കാര്യങ്ങളെല്ലാം ബെഡ്റൂമിനായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നമ്മളിവിടെ ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുണ്ട്. റൂമിന്റെ സൈസ് വരുന്നത് 11x12 വരുന്നത്. നമുക്ക് നേരെ മേളത്തെ വിശേഷങ്ങളിലോട്ട് പോകാം. സ്റ്റെയറിന് നമ്മൾ സ്റ്റീലിന്റെ കൈവരിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സ്ക്വയർ ട്യൂബിൽ ഇവിടെ സ്റ്റെയർ കയറുന്നിടത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭിത്തിയിലായിട്ട് സിമെന്റിന്റെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇതിന്റെ സ്റ്റെപ്പ് വന്നിട്ട് റേസർ വന്നിട്ട് സെയിം പാറ്റേൺ ടൈലും, ഹാളിലേക്ക് സെയിം പാറ്റേൺ ടൈലും, ടോപ്പ് വന്നിട്ട് മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടൊരു 4 പറുകോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള ഒരു 26 വാട്ട്സിന്റെ ഒരു ലൈറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധന്റെ സ്റ്റാച്ചു നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലാഡിൻ ടൈൽ ചെയ്തിട്ടുണ്ട്. മേളിലും ടൈൽ ഇട്ടിട്ടുണ്ട്. ഇനി പറകോളക്കകത്ത് അത്യാവശ്യം വാം കളർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മേളത്തെ ലിവിംഗ് സ്പേസിന്റെ സൈസ് വരുന്നത് 14x8 ആണ്. പിന്നെ ഇവിടെ ഒരു 2 വലിയുടെ ജെല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഐവറി ഷെയ്ഡ് പെയിന്റ് ആണ് നമ്മളിവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 പറുകോളം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പുറത്തോട്ട് ഇറങ്ങുന്നിടത്ത് സ്റ്റീലിന്റെ ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ഈ ഓപ്പൺ സ്പേസിലായിട്ട് 2x2-ന്റെ ടൈല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷീറ്റ് വർക്ക് അത് അച്ഛൻ തന്നെ ചെയ്യിച്ചതാണ്, നമ്മുടെ ടീം തന്നെയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ എഗ്രിമെന്റ് ഇല്ലാത്തതാണ്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ്. പിന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ള നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണിത്. അതിൻ്റെ റെയിൽവേ ക്രോസാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് മനോഹരമായിട്ട് പുഞ്ചപ്പാടങ്ങളാണ്. അതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ വെറൈറ്റി ഒരു ഇല്ലേ നല്ല രസമില്ല ഇവിടെ ഇരിക്കാനായിട്ട്, നല്ല ചൂടത്തൊക്കെ വന്നിരിക്കാനായിട്ട് സുഖം നല്ലൊരു സ്ഥലമാണിത്. നമുക്ക് നേരെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം അല്ലേ? കാരണം നേരെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ സെയിം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഗ്രേ ആൻഡ് പിന്നെ വേറെ കുറേ ഡിസൈനുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 4x2-ന്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x11 വരുന്നത്. ഇവിടെ അതുപോലെ തന്നെ അത്യാവശ്യം താഴത്തെക്കാളും ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോയും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 വാളിയുടെ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വുഡൻ ടൈപ്പ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 12x11 വരുന്നത്. 3 വാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒറ്റപ്പാളിയുടെ ഫ്രഞ്ച് വിൻഡോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മേലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 6 വാട്ട്സിന്റെ 2 ലൈറ്റ്സും അതുപോലെ 3 വാട്ട്സിന്റെ 2 വാം കളർ ലൈറ്റ്സുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് നേരെ ബാൽക്കണിയിലോട്ട് വരുന്നത്. നമ്മൾ താഴെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ടെറാക്കോട്ടയുടെ ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രിക്ക് വർക്ക് ചെയ്തിട്ട് മേളിലായിട്ട് നമ്മൾ ലേസർ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സിന്റെ ഡിസൈൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ മെയിനായിട്ട് കാണാനുള്ളത് കിച്ചൺ. നമുക്ക് കിച്ചണിന്റെ വിശേഷങ്ങളോട് പോകാം. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകാൻ പോകുന്നത്. കിച്ചണിനകത്ത് നമ്മൾ വെറൈറ്റി കബോർഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഡാർക്ക് പിങ്ക് ആൻഡ്
ലൈറ്റ് പിങ്ക് കോമ്പിനേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് എല്ലാം ഡാർക്ക് പിങ്കും, കബോർഡ് വന്നിട്ട് പിങ്ക് ആൻഡ് വുഡൻ ഷെയ്ഡുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം നമ്മുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സൗമ്യ ചേച്ചിയാണ്, മിഥുൻ ഫാദറിൻ്റെ വൈഫാണ്. ചേച്ചി അവിടെ നിന്ന് വീഡിയോ കാണുന്നെങ്കിൽ നമസ്കാരം. ഓക്കെ, പറഞ്ഞു. നമ്മൾ വെറൈറ്റി ഒരു ന്യൂ മോഡലായിട്ടുള്ള സ്റ്റോറേജ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, പാലുകാച്ചിൻ്റെ 6 മാസമായി, 6 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പാലുകാച്ചിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. ബാക്കി വീഡിയോസ് കുറേ നഷ്ടപ്പെട്ടാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. സ്റ്റോറേജ് സ്പേസും എല്ലാം അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ ലൂമിനർ ഷീറ്റ് വെച്ചൊരു വെറൈറ്റി ഡിസൈൻ, ഒരു ഓപ്പൺ കിച്ചൺ അവിടെ ചെയ്യാനാണ്. അവിടെ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഓപ്പൺ കിച്ചൺ യൂണിറ്റ് പോലെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഡൽ കിച്ചൺ ചെയ്തേക്കുന്നത് വർക്കേരിയയും കിച്ചണും തമ്മിൽ. മെയിൻ കിച്ചന്റെ സൈസ് വരുന്നത് 12 കെട്ടാണ്. പിന്നെ വർക്കേരിയുടെ സൈസ് വരുന്നത് 7 ആണ് വരുന്നത്. ചെറിയൊരു വർക്കേരിയ ആണ്. അത് പുകയില്ലാത്തടുപ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു സിങ്ക്, ഒറ്റ സിങ്ക് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് യൂണിറ്റ് ഗ്ലാസ് ടൈപ്പും അല്ലാതെ PC ഷീറ്റ് കൊണ്ടുള്ള യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ മിക്സിങ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു പോർഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാൾട്ടൈലെല്ലാം അത്താങ്കുടി ടൈപ്പ് വാൾട്ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ട് നമ്മളൊരു ഐവറി ഷെയ്ഡിലെ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 പാളി വിൻഡോയും അവിടെ ഒരു ഒറ്റപ്പാളി വിൻഡോയും ചെയ്തിട്ടുണ്ട്. മേളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ അച്ഛനോട് തന്നെ ചോദിക്കാം. പിന്നെ അച്ഛനോട് ആദ്യം തന്നെ സോറി, കാരണം എന്ന് വെച്ചാൽ പാലുകാഴ്ച കഴിഞ്ഞിട്ട് 6 മാസമായി. ഞങ്ങൾ നേരത്തെ വീഡിയോ എടുത്തായിരുന്നു. അന്നേരം ആ വീഡിയോ ക്ലിപ്സ് നമ്മുടെ ഇന്ന് കുറച്ച് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് മക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് യൂട്ടോ ഹോം സൊല്യൂഷൻസിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ വീടെന്നൊരു സ്വപ്നവുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഇതെങ്ങനെ ആരെ ഏൽപ്പിക്കുമെന്നൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ വൈഫ് സൗമ്യ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇവരുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ഇവരെ ഒന്ന് സമീപിച്ച് നോക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ മാവേലിക്കരയിലുള്ള ഇവർ ഓഫീസിൽ ചെന്നതും. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഡീലിങ് കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഇവർ നല്ലൊരു ബെസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്ന്. അങ്ങനെയാണ് യൂടെക്കുമായിട്ട് പ്രത്യേകിച്ച് ഉല്ലാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്ത് കാര്യം ഉണ്ടായാലും അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ എല്ലാത്തിനും കൂടെ ഉണ്ട്. അതെ അതെ. പിന്നെ നമ്മുടെ എഗ്രിമെൻറ്റ് പലരും പറയുന്നുണ്ട് അച്ഛൻ നമ്മൾ റേറ്റ് കുറവ് കാരണം നമ്മുടെ എന്താ പറയുക മെറ്റീരിയലൊക്കെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കുറേ കമൻ്റൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി അച്ഛനായിട്ടുള്ള അഭിപ്രായം എന്താണ്? അത് എനിക്കൊന്ന് വസ്തുതാ വിരുദ്ധമാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ വീട് പണിതപ്പോഴും എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു ഏത് മെറ്റീരിയലാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ പറയുന്ന മെറ്റീരിയൽ അല്ല ഇവർ നമ്മളോട് പറയുന്ന മെറ്റീരിയൽ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കണ്ടാണ്, ഇപ്പോൾ ടൈൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നിന്ന് എടുക്കാനുള്ളൊരു പൂർണ്ണ സ്വാതന്ത്ര്യം ഇവർ തരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനാണ് ഞാനെല്ലാം സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വൈഫ് അത് അവിടെ നിന്ന് ഗൾഫിൽ ഇരുന്ന് കണ്ടാണ് എല്ലാം സെലക്ട് ചെയ്ത് എടുത്ത്. അതിനുള്ള സ്വാതന്ത്ര്യവും തന്നത്. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു അത് അവിടെ ഇരുന്ന് കണ്ടെടുത്താൽ അത് മാച്ചിങ് ആകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ നമുക്ക് കയറി നോക്കുമ്പോൾ അറിയാം എല്ലാം നല്ല രീതിയിൽ മാച്ചിങ് ആയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്ടോ ഹോം സൊല്യൂഷൻസിൻ്റെ എന്താ പറയുക വർക്കേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം? വർക്കേഴ്സിനെ പറ്റി നല്ല അഭിപ്രായമാണ്. കാരണം ഞാനൊരു പ്രത്യേകിച്ചൊരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഈ വർക്കേഴ്സ് ഞാനുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും, ശരിയാവില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരെ പോലെ അവരെ ഇടപെടുവാനും, പക്ഷേ അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അച്ഛനെ എടുത്ത് ചോദിച്ചു ശരിയാവോ, ഞാൻ പറഞ്ഞ അച്ഛൻ പേടിക്കണ്ട. അതിനുശേഷം അച്ഛൻ ബാക്കി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് അതിശയം തോന്നിയത് ആ വീടിൻ്റെ ഓണർ എന്നോട് പറഞ്ഞിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണെങ്കിൽ വേണ്ട, കാരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നും അവരത് വീട് തുടച്ച് വൃത്തിയാക്കി നല്ലൊരു കണ്ടീഷനിലാണ് അവർ ആ വീട് മെയിൻറ്റെയിൻ ചെയ്തു പോയത്. അപ്പോൾ അവർ വന്ന് കണ്ടപ്പോഴും വീടിൻ്റെ ഓണർ വന്ന് കണ്ടപ്പോഴും എന്നോട് പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടാണല്ലോ ഇവർ ഈ വീട് ശ്രദ്ധിക്കുന്നത് എന്ന്. അവർ വീടിൻ്റെ പണിയിലാണെങ്കിലും അതുപോലെ തന്നെയാണ് അവർ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് രീതിയിലാണ് അവരത് ചെയ്തത്. ഇപ്പം നമ്മൾ അച്ഛൻ്റെ ഇപ്പോൾ പാലുകാഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസമായി. അതെ. നമ്മുടെ സർവീസ് എങ്ങനെയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വീടിൻ്റെ ക്വാളിറ്റി അത് ഇതെല്ലാം നോക്കുമ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? നമ്മളെ വീടിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് ഞാൻ വിളിച്ചു പറഞ്ഞാലും എനിക്ക് തോന്നുന്നു വിളിച്ചു പറഞ്ഞൊരു 24 hours ഇവർ വന്ന് അതിൻ്റെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രത്യേകിച്ച് അങ്ങനെ പരാതികളൊന്നും എനിക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കബോർഡ് ചെയ്തപ്പം അച്ഛൻ പറഞ്ഞ് വേറെ ഞാൻ ഒത്തിരി ആളുകൾ തിരക്കട്ടെ ഉല്ലാസേ സമയം കിട്ടുമോ എന്നൊക്കെ ചോദിച്ച്
ഞാൻ വെച്ചാൽ ഒന്നുപോലും പേടിക്കണ്ട, നമ്മളെല്ലാം ചെയ്തു തരാമെന്ന് പറയാം. നമ്മുടെ അതിനെപ്പറ്റിയുള്ള കബോർഡ്, പെയിന്റിങ്, ഇലക്ട്രിക്കൽ അങ്ങനത്തെ സെഷനിലോട്ട്. ഇലക്ട്രിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനെ കൂടുതൽ എന്നോട് എപ്പോഴും ഉല്ലാസം പറയായിരുന്നു ലൈറ്റിൻ്റെ ഭംഗി, ലൈറ്റ് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ലൈറ്റ് ഒരുപാട് വേണ്ട, പക്ഷെ ലൈറ്റ് ഇട്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ കബോർഡ് ഇൻറ്റീരിയൽ വർക്ക്സ് അതൊക്കെ സുജിത്തായിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം ഞാൻ പലരുമായിട്ട് ബന്ധപ്പെട്ടു, പക്ഷേ എങ്കിലും ഈ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് നല്ലൊരു രീതിയിൽ പുള്ളിയുടെ സർവീസ് ഞങ്ങൾക്ക് ലഭിച്ചു. വളരെ ഇവിടെ വന്ന് കാണുന്നവരൊക്കെ ആദ്യമേ എന്നോട് ചോദിക്കുന്നത് ഇതിന് ഇൻറ്റീരിയലിനും പെയിൻറ്റിങ് വർക്ക്സും പ്രത്യേകിച്ച് ഫിനിഷിങ് ഏറ്റവും നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഒത്തിരി പേരോട് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, ഒത്തിരി വൈദികർ ഇവിടെ കടന്നു വരും. കുറേ വൈദികർ ഉല്ലാസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ പാലുകാച്ചിന് മുമ്പ് മഴ ഇവിടെ ചളവള കയറാൻ പോലും പറ്റത്തില്ല, ആ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ചേച്ചിക്ക് ലീവും ആയി, പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അന്നേരം ആ പറഞ്ഞ സമയത്ത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അതെ, എല്ലാം എളുപ്പം നമുക്ക് കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് ഫംഗ്ഷനിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിച്ചത് വലിയ ഒരു ഉപകാരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് ഈ വീഡിയോ കാണുന്നവരോട് അച്ഛൻ എന്തോ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഉല്ലാസിനെ ഒരു മടിയും കൂടാതെ അത് ഏൽപ്പിക്കാൻ ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ മതി. അതല്ല, ഇവിടെ നമ്മൾ അടുത്ത പ്രദേശങ്ങളിൽ വർക്കിന്റെ എന്തെങ്കിലും എൻക്വയറി വരുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് വീട് പോയി. അതെ, ഇവിടെ കുറെ പേര് ഇരിക്കുന്ന ഒരു 5-6 പേര് ഒന്ന് ഞാനിവിടെ ഇല്ലെങ്കിലും അവർ ഗേറ്റ് തുറന്ന് കയറി ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ ഉല്ലാസിന് കൊടുത്തിട്ടുണ്ട്. ഞാനില്ലെങ്കിലും എൻ്റെ ഫാദർ ആണെങ്കിലും അത് വന്നെല്ലാം കാണിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നു ഫാദർ ആ സമയത്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അച്ഛൻ്റെ അച്ഛനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അച്ഛനേക്കാളും കൂടുതൽ ഇവിടെ നിന്നിട്ടുള്ളത് അച്ഛൻ്റെ അച്ഛനാണ്. പുള്ളിക്കാൻ അച്ഛനേക്കാളും എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ A to Z കാര്യങ്ങൾ അറിയാം. പുള്ളിക്കാരൻ പോലും നമ്മുടെ അടുത്ത് ഇതുവരെ ഒരു എന്താ പറയുന്നത് മോശമാണെന്നുള്ളൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറഞ്ഞു അത് നിങ്ങൾ ക്ലിയർ ചെയ്യുമോ. ചിലരോട് നമ്മൾ പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ ഇവരുടെ വർക്കേഴ്സിനകത്ത് കാണാനുള്ള പ്രത്യേകത അതാണ്. എനിക്ക് ഒന്ന് എളുപ്പത്തിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇത് കെട്ടിയപ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ട് കെട്ടി. അപ്പം അന്നേരം അത് എൻ്റെ ഇഷ്ടത്തിന് അത് കെട്ടിയത്. പിന്നെ അത് പപ്പ എന്ന് പറഞ്ഞത് പുറകോട്ട് എടുത്ത് കെട്ടണം. ഞാൻ ഓർത്തത് ഇവരോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിഷമമാകുമെന്ന് ഓർത്തു. ഉല്ലാസിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും മാറ്റി അതെല്ലാം കെട്ടി ഫിനിഷിങ്ങിന്റെ അടുത്ത സമയത്താണ്. അതെ, എളുപ്പമായിരുന്നു അതിന്റെ ഇത്. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, സന്തോഷമാണ്. അന്നേരം വീണ്ടും ബുദ്ധിമുട്ടിച്ചതിന് ഒന്നുകൂടെ സോറി. ഓക്കെ, താങ്ക് യു. ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിനേക്കാളും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ. ഉല്ലാസ് യൂടെക് ആൻഡ് മിഥുൻ ഫാദർ ആൻഡ് പൊന്നൂസ്. ബൈ.